ആടുജീവിതം, വൺ ഓഫ് ദ ബെസ്റ്റ് മലയാളം മൂവീസ് എവർ മേഡ്. ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഗിവ് ദാറ്റ് മാൻ ആൻ ഓസ്കാർ. കാരണം അമ്മാതിരി ലെവൽ ഓഫ് പെർഫോമൻസ് ആയിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ. ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ആക്ടേഴ്സ് ആയാലും ഹോളിവുഡ് ആയാലും എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇമ്മാതിരി ലെവലുണ്ടല്ലോ, വെയിറ്റ് കൂട്ടിയും കുറച്ചും, അതും ചില സീക്വൻസ് ഒക്കെ ഉണ്ടമ്മോ ഒരു കിട്ടിലോ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. ഞാൻ അത് എടുത്ത് പറയാം. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആടുജീവിതം എന്ന ബുക്ക് ഞാൻ കംപ്ലീറ്റ്ലി വായിച്ചിട്ടില്ല. എനിക്ക് ആ സ്റ്റോറി അറിയാം, അല്ലെങ്കിൽ ആ സ്റ്റോറിയുടെ മെയിൻ കാര്യങ്ങളൊക്കെ അറിയാം. ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ആടുജീവിതം എന്നൊരു സിനിമയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ പ്രസന്റേഷനും ആ ഒരു മൂവിയുടെ മേക്കിംഗ് ഒക്കെയാണ്. ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇല്ല, കുറച്ച് പേരെങ്കിലും ഞാനൊരു ഷോർട്സ് ചെയ്തപ്പോൾ ആ ഒരു ഷോർട്സ് ചെയ്ത് പറഞ്ഞായിരുന്നു ബുക്ക് വായിച്ചിട്ട് ഒന്ന് സംസാരിക്കടാ. ഞാൻ ഫുൾ എയറിലായിരുന്നു, അത് വേറെ കാര്യം. എന്നിട്ട് ഞാൻ രണ്ടാമതൊരു വീഡിയോ ചെയ്തു, അതിൽ ഞാൻ എടുത്തു പറഞ്ഞു ഞാനിങ്ങനെ ബുക്ക് വായിച്ചിട്ടില്ല, ബുക്ക് വായിക്കാതെ ആ സിനിമയുടെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ എല്ലാം പറയുന്നത്. അപ്പോഴും എനിക്ക് കുറേ കിട്ടി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലും പറഞ്ഞത് ഞാൻ ആ സ്റ്റോറി കംപ്ലീറ്റ്ലി വായിച്ചിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ ഒരു മൂവിയുടെ മേക്കിംഗ്, പ്രസന്റേഷനും ക്യാരക്ടേഴ്സും ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെയാണ്. സോ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ആസ് എ നോൺ റീഡറായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ. ഒരു അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു. ആ ഒരു ബുക്ക് വായിക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു എൻറ്റയർ ജേണി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അറിയെങ്കിലും ആ ഒരു എൻറ്റയർ ജേണി, ആ ഒരു നജീബ് എന്ന മനുഷ്യന്റെ ലൈഫിൽ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എൻറ്റയർ മൂവി വാസ് ലൈക്ക് എനിക്ക് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈച്ച് ആൻഡ് എവറി സീക്വൻസ് ഞാനിങ്ങനെ കണ്ണെടുക്കാതെ ഇരുന്ന് കാണുമായിരുന്നു. ആ ഒരു മൂവിയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് വരെ, ആ ഒരു ക്ലോസിംഗ് ഫ്രെയിം വരെ എന്നെ ഇമോഷണലി ആയാലും എന്നെ ഭയങ്കര ഇതിൽ കണക്ട് ചെയ്തൊരു മൂവിയും കൂടിയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് വായിച്ചിട്ടുള്ളവരടുത്ത് ഞാൻ സംസാരിച്ചായിരുന്നു, അവർക്ക് മൂവി ഭയങ്കര ഇതിൽ തന്നെ കണക്ട് ആയി. പക്ഷെ ആ ഒരു ബുക്കിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ നമുക്ക് ഒരിക്കലും ഒരു 3 മണിക്കൂറുള്ള സിനിമയെ കാണിക്കാൻ പറ്റത്തില്ല. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പക്ഷെ എന്നാലും ആ ഒരു എൻറ്റയർ ബുക്കിലുള്ള മെയിൻ കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ഞാൻ ബുക്ക് വായിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അങ്ങനത്തെ കുറച്ച് സീക്വൻസസ് ഒരു മൂവി ഇല്ലായിരുന്നു. ഞാൻ പിന്നീട് എടുത്ത് പറയാം ഏതൊക്കെയാണെന്ന്. പക്ഷേ ഈ ഒരു മൂവിയുടെ പ്രസന്റേഷനോ അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ മേക്കിംഗ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു ഇന്റർനാഷണൽ സ്റ്റഫ് ആയിരുന്നു. നമ്മളൊരു ക്വാളിറ്റി ആയിരുന്നു സിനിമ കാണുമ്പോൾ. ഈ ഒരു സിനിമയുടെ സ്റ്റോറി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ഇടാം, അല്ലെങ്കിൽ ഇത്രയും വലിയ പൈസ ഒന്നും മുടക്കാതെ അല്ലെങ്കിൽ ഇത്രയും ടൈം എടുത്ത് പല രാജ്യങ്ങളിൽ പോവാതെ തന്നെ ഇവിടെ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് ഒരു സെറ്റ് ഇട്ട് ആ ഒരു മരുഭൂമിയായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. പക്ഷെ എന്നാലും ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ ആ ഓരോ കാര്യങ്ങളും, ആ ഒരു ക്യാരക്ടേഴ്സ് ആയാലും ആ സ്റ്റോറി ആയാലും ആ എൻവയോൺമെന്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാടായിരിക്കും അങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയുടെ മേക്കേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും വർഷം സമയമെടുത്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി ആ ഒരു സ്റ്റോറിക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു എൻവയോൺമെന്റ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും അവിടുത്തെ കാര്യങ്ങളും ഡെസേർട്ടും ആടുകളും എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മളെ ഭയങ്കര ഇതിൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഇപ്പം ഡയറക്ടർ ബ്ലസ്സിയുടെ ലൈഫിൽ തന്നെ ഒരു 16 വർഷം, അതായത് പുള്ളിക്കാരൻ്റെ പീക്ക് ടൈമിൽ നിന്നിട്ട് ഒരുപാട് മൂവീസ് ഒക്കെ ചെയ്തിട്ട് ടോട്ടലി ആടുജീവിതത്തിന് വേണ്ടിയിട്ട് ഇത്രയും വർഷം മാറ്റി വയ്ക്കുക. ആൻഡ് പൃഥ്വിരാജ് ഓൾസോ പുള്ളിക്കാരൻ്റെ ലൈഫിലും ഇത്രയും വർഷമൊക്കെ മാറ്റി വെച്ച് ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ഇത്രയും സ്ഥലങ്ങളിലൊക്കെ പോയി. ആ ഒരു കോവിഡ് ടൈമിൽ പോലും നിങ്ങൾ കണ്ടു കാണും, ജോർദാനിലൊക്കെ പോയി ട്രാപ്പ് ആയത്. ആ ഒരു സമയത്ത് ഷൂട്ടിംഗ് പോലും അധികം ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്തു. പക്ഷെ അങ്ങനെയൊന്നും വേണ്ട, ഇവിടെ തന്നെ സെറ്റ് ഇട്ടൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ എന്നാലും ആ ഓഡിയൻസിൽ എത്തിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക്, ഇപ്പം എന്നെ പോലെ നോൺ റീഡേഴ്സിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് ആ ഒരു എൻറ്റയർ ജേണി ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഫീൽ ചെയ്ത ആൾക്കാരുണ്ട്. സോ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ്, അപ്പം അവർക്ക് മാത്രമല്ല റീഡേഴ്സ് ആയാലും നോൺ റീഡേഴ്സ് ആയാലും എല്ലാവർക്കും, നോൺ റീഡേഴ്സിനെ സംബന്ധിച്ചുള്ള ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ഇത്ര ഫീൽ ആയിട്ട് ചെയ്തെങ്കിൽ ഇത്രമാത്രം ഡെഡിക്കേറ്റ് ആയിട്ട് ഇരുന്നാലും നടക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു മൂഡ് ഔട്ട് കാണുമ്പോൾ ആ ഒരു എൻറ്റയർ ക്രൂ എടുത്ത ഒരു എഫേർട്ട് നമുക്ക് മനസ്സിലാവും. അമ്മാതിരി ലെവലിലാണ് ഈ ഒരു മൂവി മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പാൻ ഇന്ത്യൻ മൂവി എന്നൊക്കെ പറയുന്നത്. കാരണം അമ്മാതിരി ലെവൽ ഓഫ് ക്വാളിറ്റിയാണ്. ഏതൊരു ഓഡിയൻസിനെയും, ആ ഒരു ഇന്ത്യൻ ഓഡിയൻസിന് മാത്രമല്ല ഞാൻ പറയുന്ന, ആ ഒരു ഹോളിവുഡിലായാലും എവിടെ ആയാലും ഏതൊരു ഓഡിയൻസ് ആയാലും ഏതൊരു ഫിലിം ഫെസ്റ്റിവൽ ആയാലും എവിടെ ആയാലും നമുക്ക് കൊണ്ടുപോയി ഒരു മലയാള സിനിമയാണ് അല്ലെങ്കിൽ ഇതാണ് മലയാള സിനിമ എന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു ലെവൽ ഓഫ് മേക്കിംഗ് ഉള്ള ഒരു മൂവിയാണ്. ആ ലെവൽ ഓഫ് മേക്കിംഗ് ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും ആ ഒരു മൂവിയുടെ പ്രസന്റേഷൻ ആയാലും ക്യാരക്ടേഴ്സ് ആയാലും എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പം ആ ഒരു സ്റ്റോറിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. സോ അതൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇതിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബുക്ക് വായിച്ച ഒരാളോട് ചോദിച്ച പോലും അയാൾക്കും എല്ലാ കാര്യങ്ങളും കണക്ട് ആയിട്ടുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെ കണക്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. നജീബ് ആട് തമ്മിലുള്ള കണക്ഷൻസും, അതായത് ഇപ്പം രാത്രി ആകുമ്പോഴും അല്ലെങ്കിൽ വേറെ സംസാരിക്കാനൊന്നും ആളുമില്ല, അതുകൊണ്ട് തന്നെ ആടുകളോടാണ് എല്ലാം സംസാരിക്കുന്നത്. ആ ആടുകളോടാണ് ആ ഇമോഷൻസും അല്ലെങ്കിൽ തൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ മൂവിൽ അധികമില്ല. ആടുകളും ഒട്ടങ്ങളും അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചു പോകുന്നുണ്ടെങ്കിലും ആ ഇമോഷണലി വൈസ് എല്ലാത്തിനും കണക്ട് ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷേ മെയിൻലി കണക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ മെയിൻലി സംസാരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തന്നെ പോകുന്നുണ്ട്. കാരണം ഒരു 3 മണിക്കൂറുള്ള ഒരു മൂവിയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സിനിമയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു മൂവിയുടെ എക്സിക്യൂഷൻ തന്നെയാണ്. ആസ് എ നോൺ റീഡർ എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് അടുത്ത സീൻ എന്താണ് അറിയത്തില്ല, പക്ഷേ എന്നാലും ഒരു ആകാംക്ഷയുണ്ട്. ഇപ്പം ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം എൻ്റെയർ ജേണി അല്ലെങ്കിൽ അടുത്ത് എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നെങ്കിലും ആസ് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു പുതിയ ഫീൽ എന്ന രീതിയിൽ ഞാൻ നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളും എന്നെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ അടുത്ത് എന്താണ്
എന്താണ് നടക്കുന്നതെന്ന് ഇമോഷണലി ഭയങ്കര ഇതിൽ എന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു മൂവിക്ക്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഈ മൂവിയിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഈച്ച് ആൻഡ് എവരി വൺ വന്നു പോകുന്ന എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്, ഞാൻ മാത്രമായിരിക്കില്ല, ഈ സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന എല്ലാവരും പറയാനുള്ള കാര്യം പൃഥ്വിരാജ് സുകുമാരനായിരിക്കും. കാരണം പുള്ളിക്കാരൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞായിരുന്നു, എല്ലാ സിനിമ കഴിയുമ്പോഴും ആലോചിക്കും, ഓക്കെ കുറച്ചും കൂടി എഫേർട്ട് ഇടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സീന് കുറച്ചുകൂടി എഫേർട്ട് ഇടായിരുന്നു. പക്ഷെ ആടുജീവിതം എന്നൊരു സിനിമയ്ക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ആ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ ഫുൾ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ സിനിമയിൽ ഒരു സീനുണ്ട്, ഞാനത് ഏതാണെന്ന് പറയുന്നില്ല, പക്ഷെ ആ ഒരു സീനിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനും അല്ലെങ്കിൽ ആ ഒരു എൻ്റെ ഒരു സീന് കിട്ടിയ ഒരു ഫീൽ, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെയൊന്നും അധികം ആരും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഇതുവരെ ആരും ഇങ്ങനത്തെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ടെന്ന്. ഇനി ചെയ്യാനും പോകുന്നില്ല, അത് വേറെ കാര്യം. കാരണം അമ്മാതിരി ലെവലിലാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. വണ്ണം കൂട്ടിയും കുറച്ചും ആ വണ്ണമൊക്കെ കൂട്ടി ബോഡിയിൽ ആ ഒരു ചത ഇല്ലാത്ത കുറേ സീക്വൻസ് ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ചില സീക്വൻസിലൊക്കെ ബോഡി കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ആ രീതിയിലാണ് മൂപ്പർ ആ ബോഡീനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ വേറെ ലെവലായിട്ട് തന്നെ പുള്ളിക്കാരൻ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ ഈ സിനിമയ്ക്ക് വേണ്ടി മരിച്ച് നിൽക്കുമായിരുന്നു. കാരണം അത് നമുക്ക് അറിയാൻ പറ്റും, ഓരോ സീക്വൻസ് ഉണ്ടല്ലോ, ആ മരുഭൂമിയിൽ പോകുന്ന കുറേ സീക്വൻസിലൊക്കെ നമ്മളിങ്ങനെ മേക്കപ്പാണ് അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ്, പക്ഷെ എന്നാലും ആ പുള്ളിക്കാരൻ്റെ ആ ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ആ ഒരു ക്യാരക്ടറോടൊക്കെ കണക്റ്റ് ആയി പോകും ഭയങ്കര ഇതിൽ. ഇപ്പോൾ ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് എനിക്കറിയാം അങ്ങനെയാണ്, ഇല്ലയെന്നല്ല. പക്ഷേ ആസ് എ നോൺ റീഡറായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു മരുഭൂമിയിലെ ചൂടും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇതിൽ ആ ഒരു എൻവയോൺമെൻറ്റോടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ക്യാരക്ടറുടെ പെർഫോമൻസ് കാണാം. കാരണം അമ്മാതിരി ലെവൽ പെർഫോമൻസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക് അഡാപ്ഷൻ മൂവി എന്ന് വേണമെങ്കിൽ പറയാം ആടുജീവിതം. അമ്മാതിരി ലെവലായിട്ട് ഓരോ കാര്യങ്ങളും പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി കൊണ്ട് സെറ്റ് ചെയ്ത് സിനിമയാക്കാം എന്ന രീതിയിലല്ല ഇവരെല്ലാം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ആ ഒരു മൂവിയിലെ ഈച്ച് ആൻഡ് എവരി ക്രൂ മാത്രം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മാത്രം അവർ പണി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും പൃഥ്വിരാജ് ആയാലും ഈ ഒരു മൂവി വന്ന് പോകുന്ന എല്ലാ ആൾക്കാരായാലും, കാരണം ആ ഒരു മൂവിൽ നമുക്ക് ഔട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അമ്മാതിരി ലെവലായിരുന്നു. കാരണം അവർക്കറിയാം ഏത് ലെവലിലായിരിക്കണം അല്ലെങ്കിൽ ഏത് ക്വാളിറ്റിയിലായിരിക്കണം ഈ ഒരു മൂവി ഓഡിയൻസിലെ മൂവി എത്തിക്കേണ്ടതെന്ന്. അതിന് എത്ര വർഷമായാലും എത്ര ടൈം എടുത്താലും അവർക്ക് ഒരു കുഴപ്പമില്ല. കാരണം അമ്മാതിരി ടൈം എടുത്തിട്ടാണ്, ആ ഒരു 10-16 വർഷം സമയം എടുത്തിട്ടാണ് ഈ ഒരു മൂവിയിലെ ഓരോ കാര്യങ്ങളും പയ്യെ സമയമെടുത്ത് ഇങ്ങനെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു മാസ്റ്റർ പീസ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ലെവലായിരുന്നു ഒരു മൂവി. ആസ് ഒരു മൂവി ലവർ, ആസ് ഒരു മലയാളി പറയുകയാണെങ്കിൽ ഇത് വേറെ ലെവലാണ്. ഇത് ഇവിടെ കൊണ്ട് നിൽക്കാനൊന്നും പോകുന്നില്ല, നമുക്ക് എവിടെ കൊണ്ട് കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ രാജുടൻ പറഞ്ഞായിരുന്നു ഓസ്കാറിലൊക്കെ പോകണമെങ്കിൽ ഭയങ്കര പാടാണ്, ഭയങ്കര ചിലവാണ്. നമുക്കൊരു ഹോപ്പ് ആസ് ഒരു മലയാളി, ആസ് ഒരു മൂവി ലവർ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു മൂവിക്കൊക്കെ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു മൂവിനൊക്കെ കൊണ്ട് ഏതൊരു ഓഡിയൻസിലും അല്ലെങ്കിൽ ഏതൊരു ഫിലിം ഫെസ്റ്റിവലായാലും അല്ലെങ്കിൽ ടോപ്പ് നമുക്ക് ഈ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ഇവിടുത്തെ ഒന്നും വേണ്ട, ആ ഒരു ഓസ്കാർ അല്ലെങ്കിൽ അമ്മാതിരി ലെവൽ ഓഫ് അവാർഡ്സ് ഒക്കെ മതി. ആ രീതിയിലൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് മലയാളത്തിൽ നിന്ന്. സോ അതുകൊണ്ട് തന്നെ ഐ എം സോ ഹാപ്പി. ഞാൻ ആ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോലും അത്രമാത്രം സന്തോഷത്തോടെ ഇറങ്ങി. അല്ലെങ്കിൽ മാർക്ക് മൈ വേർഡ്സ്, നിങ്ങൾ ബുക്കിൽ എന്താണോ വായിച്ചത് അതിൻ്റെ പെർഫെക്റ്റ് വിഷ്വലൈസേഷൻ ആണ് ഈ ഒരു മൂവി. സോ എന്തായാലും അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു മൂവി വരാനും പോകുന്നില്ല, ആരും ചെയ്യാനും പോകുന്നില്ല. വൺ ഓഫ് എ എപ്പിക്, വൺ ഓഫ് എ മാസ്റ്റർ പീസ് തന്നെ പറയാം ഈ ഒരു മൂവി. സോ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. സോ അമ്മാതിരി ലെവൽ ഓഫ് മേക്കിംഗ് ആണ് ഒരു മൂവി. സോ ഓൾറെഡി ആടുജീവിതം എന്നൊരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.